മോണ്ടിസോറിയുടെ ലക്ഷ്യം. മോണ്ടിസോറി മെറ്റീരിയൽ ക്ലാസ് റൂമിൽ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു അലങ്കാരമായി തോന്നിയേക്കാം. എന്നാൽ ഓരോ മെറ്റീരിയലും അല്ലെങ്കിൽ അപ്പാരറ്റസും ഉപയോഗിച്ച് കുട്ടിയെ പഠിപ്പിക്കുന്നതിലൂടെ മോണ്ടിസോറിക്ക് കൃത്യമായ ഉദ്ദേശമുണ്ട്. മോണ്ടിസോറിയിൽ കാണുന്ന തരത്തിലുള്ള അപ്പാരറ്റസ് ഒന്നും തന്നെ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അഥവാ പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയിൽ കാണാൻ സാധിക്കില്ല. മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി ജനനം മുതൽ തന്നെ കുട്ടിയുടെ ശാരീരിക മാനസിക വ്യത്യാസങ്ങളെ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കുട്ടികളുടെ ബുദ്ധിപരവും ചിന്താപരവുമായ വികാസം മോണ്ടിസോറിയുടെ പല അപ്പാരറ്റസുകൾ ഉപയോഗിച്ച് വളർത്തിക്കൊണ്ടുവരാവുന്നതാണ്. വ്യക്തിപരവും സാമൂഹികപരവുമായ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം, നല്ലതും ചീത്തയും എങ്ങനെ തിരിച്ചറിയാം, എപ്പോൾ എവിടെ എങ്ങനെയാണ് പെരുമാറേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കുട്ടികൾ ചെറിയ പ്രായം മുതലേ ചിട്ടയായി ശീലിക്കുന്നു. ഇവയെല്ലാം മോണ്ടിസോറിയിലൂടെ എളുപ്പത്തിൽ സാധ്യമാകും. ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള വർക്ക്ഷീറ്റുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, പരീക്ഷ എഴുതി ഉയർന്ന ഗ്രേഡുകൾ വാങ്ങുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു കുട്ടി ഉയർന്ന ഗ്രേഡുകൾ കരസ്ഥമാക്കുന്നതിനാണോ സ്കൂളിൽ പോകേണ്ടത്? അല്ല. നല്ല വ്യക്തിത്വം നേടിയെടുക്കുക, കളികളിലൂടെ പഠിക്കുക, കളിക്കോപ്പുകൾ പാഠ്യോപകരണങ്ങളാക്കുക, ഗണിതവും മാതൃഭാഷയും ആംഗലേയ ഭാഷയും കരകൗശല വിദ്യകളും ഇഷ്ടത്തോടെ പഠിക്കുക, തന്റെ ചുറ്റുപാടിന്റെ ലഭ്യതയും പരിമിതികളും തിരിച്ചറിഞ്ഞു ജീവിക്കുക, ഇവയെല്ലാമാണ് ഒരു കുട്ടി കരസ്ഥമാക്കേണ്ട പ്രധാന വിദ്യാഭ്യാസം. ഇവയെല്ലാം ലഭ്യമാക്കുന്നത് മോണ്ടിസോറി വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ്. ചെറുപ്പം മുതൽ തന്നെ പരിശീലിക്കുന്ന മോണ്ടിസോറി ജീവിതത്തിന്റെ അവസാന തലം വരെ ആ കുട്ടിക്ക് ഉപയോഗപ്രദമായിരിക്കുന്നതാണ്.